Good morning. I hate mornings. സമയം രാവിലെ 6 മണി. അപ്പോൾ തുടങ്ങാം. Okay, let me put the light on. Yo. നല്ലൊരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷം വരുന്നല്ലേ. ബട്ട് എനിവേ there you go. സോ ഞാൻ രാവിലെ ഈ സമയത്ത് കുടിക്കേണ്ട മരുന്നാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. രാസ്നാദി കഷായം. ഐ ഹേറ്റ് കഷായം, ബട്ട് വാട്ട് ടു ഡു, കുടിക്കണം. ബട്ട് ബിഫോർ ദാറ്റ് മോർണിംഗ് ആക്ടിവിറ്റീസ്. Okay, so once that is done, ini you have to drink this kashayam. Chiam. 7 മണിക്ക് യോഗയാണ്. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് ഐ ഗോ സിറ്റ് ഔട്ട്സൈഡ് ആൻഡ് ചിൽ. സോ ലെറ്റ്സ് ഗോ. അതിന് കാരണം മറ്റൊന്നുമല്ല, ലുക്ക് അറ്റ് ദിസ് വ്യൂ. രാവിലെ എണീറ്റ ഉടനെ ഈ വ്യൂ ഈസ് പ്രൈസ്ലെസ്. Alright, so it's yoga time now. Okay, so I really want to do a Shirshasana, but obviously we are not there yet. Our guru is going to show us how to do it in 3 steps. Alright. This is Jerome. Ready, sir? Step 1. Step 2 this. Okay. 3. Then slowly. Final. So, you're doing it like it's so easy. Sir is saying, ഇവിടെ യോഗ പഠിപ്പിക്കാൻ വന്നിട്ട് സാറിന്റെ യോഗയൊക്കെ സാർ മറന്നുപോയെന്ന്. Oh wow. That's crazy. Wow. നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ ഈ സിമ്പിൾ എക്സസൈസ് ചെയ്താൽ മതി. He's laughing also. You എന്നടാ അത്? എടാ പാവിങ്ങളാ. Okay, so I'm going to try the Shirshasana now. Okay, sir. I have a bad back, bad neck, bad everything. No? Okay. Head to left. പറ്റില്ല. ഓക്കെ. ഇപ്പം ഫസ്റ്റ് സ്ട്രെയിറ്റ് ആവാം. കുറച്ചുകൂടെ പതുക്കെ. കുറച്ചുകൂടെ. ബെൻഡ് ഇല്ല. ഇനി ബെൻഡ് ചെയ്യണം. ഇത് ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്ത് ഇനി പതുക്കെ പൊക്കാം. സർ പിടിച്ചോ. അയ്യോ. അയ്യോ. വിടല്ലേ. ഇല്ല. Okay, neck okay madam? Okay. Okay, slightly free, make it free leg. Now middle leg down. Okay madam, neck ingana. Okay. Okay la. Yeah. കുറച്ച് ഹോൾഡ് ചെയ്താൽ മതി. Okay. 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 ബെൻഡ് ചെയ്യാം. അതൊക്കെ ബെൻഡ് നീ So after that exhilarating yoga session, ഞങ്ങളുടെ ഫേവറേറ്റ് ആസനയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. And that of course is Shavasana. So now the time is 8:15 and ഇനി ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു 15-20 minute break. So after yoga we get a lemon and honey drink. രാവിലെ ഞാൻ hot waterലാണ് കുടിക്കുന്നത്, ചിലവർ അത് cold waterലാണ്, but I personally think hot water really helps in the morning with lime and honey of course. Okay, so after that നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നതിന് മുമ്പ് എനിക്ക് സർവൈക്കൽ ആൻഡ് ലംബാർ പ്രൊലാപ്സ് ഡിസ്ക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ മൈ യോഗ ഇൻസ്ട്രക്ടർ ജെറോം സർ ഇസ് ഓൾസോ എൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്. സോ അദ്ദേഹം എൻ്റെ നെക്കിന് വേണ്ടിയും ബാക്കിന് വേണ്ടിയും ഹി ഡസ് ഹിസ് മാജിക് every day. So ഇന്ന് ഞാൻ മറ്റൊരു ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോവാണ്. So today is my last day with him because I can't do anything else after that. So let's do this, sir. Thank you so much, Jerome. Thank you madam. Okay, now let's go for breakfast. So Nicholas ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. ഇന്നെന്താ നിക്ലസ്? Yes. What is for breakfast? എനിക്ക് അപ്പം കഞ്ചിയും തോന്നുന്നുണ്ട്. അപ്പം പറഞ്ഞു പറ്റുക. അപ്പം മറ്റേ സാരിക്കാവും. അയ്യോ. എൻ്റെ ഫ്രണ്ട്സിന് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും, എനിക്ക് ഇന്ന് അതുപോലും കിട്ടൂല. ആൻഡ് ഹിയർ ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഹണി, അത് കൊള്ളാം. തേൻ ഇസ് എ ഗുഡ് ഐഡിയ. ആൻഡ് കുഴപ്പമില്ല, അത് കഴിക്കാം. സോ
Orange. Breakfast is done. Up I have a tablet that I have to eat. So ഇപ്പോൾ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റൂമിൽ തിരിച്ചെത്തി. ഇറ്റ്സ് അബൌട്ട് 9:15 now and now I'm going for my treatment at 10 o'clock. സോ അതുവരെ കുറച്ചൊന്ന് ചില്ല് ചെയ്യാൻ പോവാണ്, റെസ്റ്റ്. ഓക്കെ, സോ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് യു കൻ സി ഐ എം വെയറിങ് എ റോബ് ആൻഡ് ഓൾ ദാറ്റ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ലോട്ട്സ് ഓഫ് ഓയിൽ വിൽ ബി യൂസ്ഡ് ആൻഡ് നമ്മൾ കുളി കഴിഞ്ഞാലും ആ ഓയിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഇരിക്കും ആൻഡ് ഇറ്റ് റൂൻ യുവർ ക്ലോത്ത്സ്. സോ ദിസ് റിയലി ഹെൽപ്സ്. സോ ട്രീറ്റ്മെൻറ്റ് ഏരിയയിൽ എത്തിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി ഡോക്ടറിനെ കാണും, കൺസൾട്ടേഷൻ ഉണ്ട്, BP ചെക്ക് ചെയ്യും, വെയിറ്റ് ചെക്ക് ചെയ്യും ആൻഡ് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. സോ ഇന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് പിഴിച്ചിലാണ് ആൻഡ് ദേ ആർ റെഡി ഫോർ മീ. സോ ലെറ്റ്സ് ഗോ. നിഷ ചേച്ചിയാണ് ഒരാൾ, ഷൈന അല്ലേ? ആൻഡ് ദിസ് ഈസ് മൈ പിഴിച്ചിൽ സെറ്റപ്പ്. സോ പിഴിച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചേച്ചി? ഓയില് ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ഫുൾ ബോഡി പോറിയും പിന്നെ മസാജും ഉണ്ട്, ജെന്റിൽ മസാജ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ചേച്ചിമാരാണ് എന്നെ ഇന്ന് പിഴിഞ്ഞ് റെഡിയാക്കാൻ പോണേ. ഓക്കെ, ഷൈന ചേച്ചിയും നിഷ ചേച്ചിയും വന്നു, ഗീത ചേച്ചിയും കൂടി 3 പേരാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ 4 പേരല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒഴിക്കാനും ഓ കമ്പൈൻഡ് എഫേർട്ട് ആണ്. അപ്പൊ ലെറ്റ്സ് ഡു ഇറ്റ് ചേച്ചിമാരെ. 4ാമത്തെ ആളെ ഞങ്ങൾ കാത്തിരിക്കുക. Okay, so I'm going to start my facial treatment and baki shesham. So I just had my shower after my facial and got out. So ഈ ഒരു കോലത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. And then വീണ്ടും കഷായം. So that's my 11 AM kashayam that I have to have now. വീണ്ടും സോ 11 മണിക്ക് നമ്മുടെ കഷായം കുടിച്ചതിന് ശേഷം they also give you like a juice or something to drink. So ഇന്ന് it's like മോരുമെളം, but it's yellow in color. So ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ ജ്യൂസ് ആണെന്ന്. No, it's മോരുമെളം. ഇനി ജാനു വസ്തി. എൻ്റെ മുട്ടിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. സോ അതിനു വേണ്ടി ഈ ഉഴുന്ന് മാവ് ഇങ്ങനെ കുഴച്ച് നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു ബോളായിട്ട് ബിൽഡ് ചെയ്യും, മതിൽ പോലെ, ഒരു കെട്ട് പോലെ, ഒരു ഡാം പോലെ അല്ലേ? എന്നിട്ട് അതിലേക്ക് ചൂട് എണ്ണ, എന്തെണ്ണ ചേച്ചി ഒഴിക്കുന്നത്? മുറിവെണ്ണയാണ് ഒഴിക്കുന്നത്. സോ മുറിവെണ്ണയുടെ ഗുണങ്ങൾ പലതാണ്. നമുക്ക് എല്ലാവർക്കും എന്ത് വേന വന്നാലും മുറിവെണ്ണ തേച്ചാൽ ഇറ്റ് ഹെൽപ്സ് യു എ ലോട്ട് ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ പെയിൻ. സോ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ദൈ സുന്ദരി ചേച്ചിയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് മസൂസ് ഐ നോ. ഭയങ്കര ശക്തിയാണ്, കാണുന്ന പോലെ ലോലമല്ല. കൈക്കൊക്കെ ഭയങ്കര മസില, എന്നെ ഇടിച്ച് പപ്പടാക്കിക്കൊണ്ടിരിക്കുക. Treatment for the day കഴിഞ്ഞു. ജാനു വസ്തി almost 1 o'clock ആയി സമയം, which means lunch is going to be ready. So അതിന് പോകുന്നതിന് മുമ്പ് I'm just going to go get ready. Cool, I'll see you for lunch. So I'm here for lunch. ഈ സാലഡ് എൻ്റെ അല്ല, because I cannot eat raw vegetables and fruits today. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ എത്തി എൻ്റെ ഭക്ഷണമായിട്ട്. So khichdi and മെഴുക്കുവരട്ടിയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്, which is not bad at all. So I'm going to enjoy my khichdi and you have a good lunch too. Lunch is done and as usual we have മരുന്ന്. പക്ഷേ ഈ മരുന്ന് കുടിക്കാം because it's അരിഷ്ടം and I like it. It's like dessert after lunch. Okay, so lunch കഴിഞ്ഞിട്ട് we have a little bit of rest time. So I think it's about 2 o'clock now. ഒരു 2:45, 3 അടുത്ത ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വീണ്ടും ട്രീറ്റ്മെൻറ്റ് ഏരിയയിലേക്ക് പോകണം. So now I'm going to lie down and chill, അല്ലെങ്കിൽ go enjoy the view. ഇപ്പോൾ നടക്കാനൊന്നും മൂടില്ല because after lunch we have to sit down now. So basically ഇവിടെ ഓരോ ദിവസവും സമയം പോകുന്ന അറിയത്തേ ഇല്ല because it's really packed with different treatments and you know things to do. വീണ്ടും കൂടി Oh God. So ഇനി ഞാൻ അടുത്ത ട്രീറ്റ്മെന്റിന് വേണ്ടി പോവാണ്. Between 2:45 and 3 എന്നാ പറഞ്ഞ. സോ കഷായം കുടിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. And now let's see what's waiting for me, അല്ലേ? I am here. So ഇതാണ് ഇനി എൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റ്. സോ നേരത്തെ കണ്ടത് ഐ തിങ്ക് കാലിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു, ജാനു വസ്തി. ഇത് എൻ്റെ കഴുത്തിന് വേണ്ടിയാണ്. അപ്പോൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റഡ് ഫോർ ദ നെക്ക്. സോ ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ച പേര് മനസ്സിലാക്കി. മുട്ടിന് വെക്കുമ്പോൾ ജാനു വസ്തി, ബാക്കിന് വെക്കുമ്പോൾ കടി വസ്തി, കഴുത്തിൽ വെക്കുമ്പോൾ ഗ്രീവ വസ്തി. പഠിച്ചല്ല. So now we are all set for ഗ്രീവ വസ്തി.
സോ എൻ്റെ കഴുത്തിന് ഗ്രീവവസ്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ലോവർ ബാക്കിൻ്റെ പെയിനിന് വേണ്ടി അവർ പിച്ചുവും ചെയ്തു. പിച്ചു എന്ന് പറഞ്ഞാൽ കോട്ടണിൽ ഓയിൽ മുക്കും ആൻഡ് അത് ചൂടാക്കിയിട്ട് നമ്മൾക്ക് പെയിനുള്ള ഏരിയയിൽ അത് വിരിക്കും. സോ ഐ ഡിഡ് ദാറ്റ് ഓൾസോ. അപ്പം നിങ്ങളെ അത് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. സോ ദിസ് ഇസ് പിച്ചു. സോ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ആണ് ഇനി. ദിസ് ഇസ് കോൾഡ് അവഗാഹം ആൻഡ് ദശമൂല കഷായം യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. സോ 10 ഹെർബ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഐ എം ഗെസ്സിങ് ഇറ്റ്സ് ഫോർ നെർവസ് പ്രോബ്ലംസ്, ബാക്ക് പെയിൻ, അങ്ങനത്തെ സ്പൈനൽ ഇഞ്ചുറീസിനൊക്കെയാണ്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഞാനൊരു 20 മിനിറ്റ്സ് കിടക്കാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ്. ലെറ്റ്സ് ഡു ദിസ്. സോ ഞാൻ ആ അവഗാഹം പ്രോസസ്സ് കഴിഞ്ഞ് ഇപ്പോൾ പുറത്ത് വന്നേ ഉള്ളൂ. ആൻഡ് മൈ ഗുഡ്നെസ്, ഇറ്റ് വാസ് റിയലി റിയലി hot tub of waterൽ നമ്മളൊരു 20 മിനിറ്റ് ഇരുന്നാൽ we'll just like sweat our balls off, right? That's exactly what happened to me. Oh my gosh. But നമ്മുടെ ബോഡിക്ക് വേണ്ടി നല്ലതാണ്, എസ്പെഷ്യലി ബാക്ക് പ്രോബ്ലം ഉള്ളവർക്ക്, പെയിൻ ഉള്ളവർക്ക്, ബോഡി പെയിൻ ഉള്ളവർക്ക്, സ്പൈനൽ ഇഞ്ചുറീസ് ഉള്ളവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ യു എന്നാണ് പറയുന്നത്. That was my first experience ever. So I'm glad I got to share that with you as well in a little way. Now it's about 4:30 in the evening. ഇനിയാണ് ഒരു 2.5-3 hours of complete free time ഞങ്ങൾക്ക് ലഭിക്കുന്നത്. And ഈ ഒരു സമയത്ത് we can pretty much do anything we want. So usually what we do is we go for a walk, ഒരു ചായക്ക് കുടിച്ചിട്ട് പിന്നെ നടക്കാനൊക്കെ പോകും. അപ്പം അതാണ് എൻ്റെയും പ്ലാൻ. You guys definitely should join me because I'm going to show you something really spectacular. ഞാൻ അതുപോലത്തെ സ്ഥലത്തിൽ ഇതിന് മുമ്പ് പോയിട്ടില്ല in my life anywhere in the world. So I'm pretty excited to show you too. Cool? Come. ബട്ട് വാക്കിന് പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ഹാവ് മൈ ടീ. നൗ ദ ഡിഫറൻസ് ഈസ് യൂഷ്വലി നമ്മൾ പാൽ ചായ ഒക്കെയാണ് വീട്ടിൽ കുടിക്കുന്നത്. പക്ഷേ ആയുർവേദ ട്രീറ്റ്മെന്റ് സമയത്ത് നമ്മൾ പാൽ അങ്ങനെ കുടിക്കാറില്ല. സോ ഇറ്റ്സ് ഐദർ ഹെർബൽ ടീ, ഗ്രീൻ ടീ, ലെമൺ ടീ ഓർ ഈവൻ ചുക്ക് കാപ്പി. ഓക്കെ, സോ ഇന്ന് ഐ എം ഗോണ ഹാവ് സം ഹെർബൽ ടീ. അതിൻ്റെ കൂടെ നമുക്ക് വലിയ രീതിയിൽ വിശക്കും വൈകുന്നേരമൊക്കെ ആകുമ്പം. സ്നാക്സ് ആയിട്ട് നമ്മളിങ്ങനെ സമോസയും പഴംപൊരിയൊക്കെ ആഗ്രഹിക്കും, പക്ഷെ അതൊന്നും കിട്ടത്തില്ല. റസ്ക് അല്ലെങ്കിൽ അരോറൂട്ട് ബിസ്ക്കറ്റിൽ നമ്മളെ അങ്ങ് ഒതുക്കും. ബട്ട് ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഇറ്റ് ടേസ്റ്റ്സ് ഡിവൈൻ. സോ ലെറ്റ് മീ ഡു ദാറ്റ് ഫസ്റ്റ്. So it's tea time and the view is killer too. So idu kudichadine shesham let's go for that walk. All right, done with my tea. Ini chalo nadkal se. First stop is this Krishnan aala. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനത്തെ ഒരു ആൽമരം കാണുന്നത്. So can you see the leaf? It's very different. ഒരു ബട്ടർ കപ്പ് പോലെയാണ്. സോ ബേസിക്കലി മിത്തോളജിയിൽ എന്താണെന്ന് വെച്ചാൽ ലോർഡ് കൃഷ്ണ കൊച്ചുകുട്ടിയായിരുന്നപ്പം ഈ വെണ്ണ കട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അപ്പോൾ കൃഷ്ണനെ അമ്മ പിടിച്ചു, യശോദ ഇങ്ങനെ പിടിച്ചപ്പം കൃഷ്ണൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ആൽമരത്തിൻ്റെ ഇല കൊണ്ടിട്ട് ഈ ബട്ടർ കപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലെ വെണ്ണ ഒളിപ്പിച്ച് വെച്ചു. അന്ന് മുതൽ ഈ ആൽമരത്തിൻ്റെ എല്ലാ ഇലകളും ഇങ്ങനെയായി എന്നാണ് പറയണത്. അരിവാ, ഐ ലൈക്ക് ഇറ്റ്. വട്ട് എവർ ഇറ്റ് ഈസ്, അതെന്താണോ ഫോക്ലോർ കാരണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ആൽമരത്തിലെ എല്ലാ ഇലകളും ഇങ്ങനെയാണ്. ഓൾ ദ ലീവ്സ് ആർ ലൈക്ക് ദിസ് നാച്ചുറലി, വിച്ച് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് കൃഷ്ണനാല്. പ്രിറ്റി കൂൾ, നോ? സോ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. സി, ഓൾ ദ ലീവ്സ് ആർ ലൈക്ക് കമ്മിങ് ലൈക്ക് ദാറ്റ്. നോക്കൂ, ഐ തിങ്ക് ഇറ്റ്സ് വെരി കൂൾ. സി, എല്ലാം വളരുന്ന അങ്ങനെയാണ്. സോ ഇതാണ് കൃഷ്ണനാല്. എൻ്റെ ആദ്യത്തെ തവണയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, കണ്ണു നിറയെ കണ്ടോളൂ. ഓക്കെ, ഇനി നടത്തം തുടരാം. Come on. Ta-da! This is the spot I wanted to bring all of you to. Why? Well, check it out. സോ ഞങ്ങളുടെ കോട്ടേജസ് ഒക്കെ അവിടെയാണ്. ആൻഡ് അവിടെ നിന്ന് ഈ ഒരു ബ്രിഡ്ജിലൂടെ ഈ മാംഗ്രോവിലേക്ക് ഒരു പാത്ത് വേ ഉണ്ട്. സോ വി കൻ ആക്ച്വലി ഗോ ഇൻ ടു എ മാംഗ്രോവ് ആൻഡ് ഹിയർ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് വൺ. ലൈക്ക് ലിറ്ററലി ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദാറ്റ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. സൺസെറ്റ് ആവാൻ പോവാണ്. സോ ഹോപ്പ്ഫുള്ളി ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് യു എ സൺസെറ്റ് വ്യൂ as well. Okay, so sunsets on this side, sunrises on this side, and a lot of birds are here inside this mangrove. So a lot of migratory birds വന്ന് താമസിക്കുന്ന മാംഗ്രോവ് ആണ്. അതുപോലെ തന്നെ they've got a lot of resident birds as well. ഭയങ്കര മണമാണ് unfortunately because ഇതിനകത്ത് ഇവരെല്ലാവരും കക്കയിട്ട് ഇട്ടിട്ടേ. It's quite smelly though. So for me, but you guys just have to watch it. Ini I'm just going to let you enjoy the view, okay? Just listen.
ഒക്കെ ഇവരുടെ കക്കയാണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ദേ ഡോണ്ട് ഷിറ്റ് ഓൺ us. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വർത്ത് ദ റിസ്ക്. So yeah, this is the site that I had to show you. I thought it was spectacular. And we have reached my sunset viewpoint, people. In your half an hour the sun will set. But look at this, yeah. So beautiful, right? And wasn't the mangrove insane? So if you are excited about stuff like this, enne pole, I will definitely do one thing, okay? Idu njangalude property il thanne ulla oru mangrove aanu. Pakshe the opposite side there's a bigger mangrove with a lot more birds. And angottu oru bungee ride njan ingane organize cheyan shramichondirikana. Adu pattanengil I'll do that as a separate vlog talking about birds and all that. What do you think? Good idea, no? See, I'll show you that island. നമ്മളുടെ കോട്ടേജിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ആണ്. സോ ദാറ്റ്സ് മൈ കോട്ടേജ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ആ ഐലൻഡ്. ഇവിടെ നിന്നും ദ സെയിം തിങ്, ബട്ട് ദാറ്റ് വൺ ഈസ് മച്ച് മോർ ക്രൗഡഡ് ദാൻ ദിസ് മാംഗ്രോവ്. സോ ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗോ ഓൺ എ റൈഡ് ദേർ. So yeah, this is my crazy beautiful sunset view that I wanted you all to see as well. Super, no? So the sun will set anytime soon. സൺസെറ്റിന് കാത്തിരിക്കുന്ന ഞാൻ ഒരു ടൈം ലാപ്സ് ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 5-10 മിനിറ്റിൽ നടക്കുമെന്ന് വിചാരിച്ച് 1 മണിക്കൂറാണ് ഞാൻ അവിടെ ഇതിനെ കാത്തിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ 20-30 സെക്കൻഡ്സേ കാണുന്നുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മൈ ടൈം ലാപ്സ്. മുഴുവൻ കാണണം പേഷ്യൻസോട് കൂടി, ബിക്കോസ് ഐ വാസ് വെരി പേഷ്യൻറ്റ് റെക്കോർഡിങ് ഇറ്റ് ഫോർ യു, കേട്ടോ. So yeah, pretty much this is my day here at the Ayurveda Treatment Center. Treatment ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങും. സൺസെറ്റ് ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ച് റൂമിൽ പോവും. Then we might do something else, play some card games, have some dinner and then off to bed to start another day. So അങ്ങനത്തെ ഓൾമോസ്റ്റ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. Now I can't wait to get back home and back to my normal life. Not my normal life, but the new normal life. But let's see what happens, okay? For sure, I'll feel rejuvenated and relaxed and well cared for, which everyone needs to once in a while.